നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ ആവേശരാത്രിയെ മറയാക്കി BSNLന്റെ കേബിളുകൾ അറുത്തുമാറ്റി മോഷണം. തിരുമിറ്റക്കോട് കറുകപ്പുത്തൂർ സെന്ററിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കോപ്പർ ടെലിഫോൺ കേബിളുകൾ അറുത്തുമാറ്റി കടത്തിക്കൊണ്ടുപോയത്. റോഡരികിൽ കേബിൾ കടന്നുപോകാനായി എടുത്ത കുഴിയിൽ നിന്നാണ് മോഷ്ടാക്കൾ വൻതോതിൽ കേബിളുകൾ അറുത്തുമാറ്റി കടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് മോഷണ വിവരം BSNL അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കേബിളുകൾ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. കൃത്യമായ ആസൂത്രണം തന്നെ ഈ മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കറുകപ്പുത്തൂർ സെന്ററിന് പുറമെ സമീപത്തുള്ള മറ്റു 2 ഭാഗങ്ങളിലും മോഷണശ്രമം നടന്നതായി സൂചനകളുണ്ട്. എന്നാൽ ഇവിടെ നിന്നും കേബിളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ BSNL അധികൃതർ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു. നൈറ്റ് വന്നിട്ട് കുറച്ച് ആളുകൾ 7-8 ആളുകൾ വന്നിട്ട് കേബിള് നൈറ്റ് മോഷിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളുടെ ടവറിക്കുള്ള കേബിൾ ബ്രേക്ക് ആയപ്പോഴാണ് ഇങ്ങനെ മോശം നടന്ന വരെ ഞങ്ങൾ അറിയാം. ഇതിൻ്റെ കാലത്ത് വന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ ബ്രേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോഴാണ് കോപ്പർ കേബിൾ മുറിച്ചുണ്ടാകാൻ വേണ്ടി മാത്രം മതി. വേറെ വർക്കിൻ്റെ ഭാഗമല്ല. ഞങ്ങൾ പഞ്ചായത്തിലും PWDയിലും ഒക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവരൊന്നും വർക്ക് നടത്തിയിട്ടില്ല. അപ്പോൾ കേബിൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ജനശ്രദ്ധ മുഴുവൻ ലോകകപ്പ് ഫുട്ബോൾ കളിക്കളത്തിലായിരുന്ന സമയം നോക്കി നടത്തിയ ഈ കവർച്ചയ്ക്ക് പിന്നിൽ വൻ സംഘം തന്നെയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. 8 പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിറകിലെന്നാണ് പ്രാഥമിക സൂചന. മോഷ്ടാക്കൾ ഉടൻ തന്നെ വലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും നാട്ടുകാരും. പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പ്രതി പോലീസ് പിടിയിൽ. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ജസ്റ്റിൻ സുന്ദർ സിംഗിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പും നടത്തി. ഇക്കഴിഞ്ഞ ജൂണിലാണ് പട്ടാമ്പി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ മോഷണം നടത്തിയത്. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് മോഷ്ടാവിനെ പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ ജസ്റ്റിൻ സുന്ദറിന് 42 വയസ്സാണ്. തിങ്കളാഴ്ച രാത്രി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പ്രതി മോഷണം നടത്തിയ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പും നടത്തി. ജൂൺ 23-ന് പട്ടാമ്പി കമാനത്തിന് സമീപത്തെ 2 വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും ജൂൺ 30-ന് മേലെ പട്ടാമ്പി SBI ബാങ്കിന് സമീപത്തെ 3 സ്ഥാപനങ്ങളും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ തിരുമിറ്റക്കോട് സ്വദേശിയെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകളുടെ മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോകളും വീഡിയോകളും സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ച കേസിലാണ് തിരുമിറ്റക്കോട് എഴുമങ്ങാട് സ്വദേശി വിത്തൂട്ടൂർപ്പടി വീട്ടിൽ 37 വയസ്സുകാരനായ അനീഷിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ഉപയോഗിച്ചു വരുന്നതായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ വഴിയും മറ്റും പരിചയപ്പെടുന്ന സ്ത്രീകളെ ഫോട്ടോകൾ ശേഖരിച്ച് അവയെ വിവിധ പെയ്ഡ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വളരെ മോശമായ രീതിയിൽ മോർഫ് ചെയ്ത് നഗ്നദൃശ്യങ്ങൾ വാട്സപ്പ് മുതലായ മാധ്യമങ്ങളിലൂടെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. മുമ്പും സമാനമായ രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കുറ്റത്തിന് ഇയാൾക്കെതിരെ കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പട്ടാമ്പി സ്റ്റേഷനിലും നിലവിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. പ്രതിക്ക് ഇത്തരത്തിൽ ഫോട്ടോകൾ മോർഫ് ചെയ്യുന്നതിന് സഹായിച്ചവരെക്കുറിച്ചും ദൃശ്യങ്ങൾ ഷെയർ ചെയ്തവരെക്കുറിച്ചും വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായും ഇവർക്കെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃത്താല ബ്ലോക്കിലെ 7 വില്ലേജുകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾക്ക് ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. കപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ BJP കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ ഡിജിറ്റൽ സർവേയുടെ അവബോധം സൃഷ്ടിക്കുക, കൂടുതൽ സർവേയർമാരെ നിയോഗിക്കുക, നികുതി അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുക, സബ് ഡിവിഷൻ നടത്താൻ വീണ്ടും ഫീ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, ഡിജിറ്റൽ സർവേ കഴിഞ്ഞ നികുതി അടച്ച ഭൂമിക്ക് ലൊക്കേഷൻ സ്കെച്ച് അല്ലെങ്കിൽ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് എന്നിവ എടുക്കുന്നതിനുള്ള ഫീസിൽ ഗണ്യമായ കുറവ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കപ്പൂർ സംഘടന മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ അറവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ K. നാരായണൻകുട്ടി, KC കുഞ്ഞൻ, രതീഷ് തണ്ണീർക്കോട്, P. രാധാകൃഷ്ണൻ, VV നാരായണൻ, സന്ദീപ് പനാച്ചേരി, P. ബാലചന്ദ്രൻ, NV ശശി, P. ശ്രീനിവാസൻ, TV സുധീർ എന്നിവർ സംസാരിച്ചു. ഈ കപ്പൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ ഒരു ധർണ, ഒരു സൂചനാപരമായിട്ട് നടത്തുന്ന ഈ ധർണ എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച്
നമ്മുടെ വെസ്റ്റ് ജില്ലയുടെ ആരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ വേണേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ കപ്പൂർ സംഘടനാ മണ്ഡലത്തിൽ തൃത്താല നിയോജക മണ്ഡലത്തിന്റെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള വില്ലേജുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് വിവിധ സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ നമ്മൾ സമരം ചെയ്തിരുന്നു. ഇതൊരു സൂചനാപരമായിട്ടുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ആദ്യഘട്ട സമരമാണ്. ഈ ആദ്യഘട്ട സമരം ഡിജിറ്റൽ സർവേയുടെ പേരിൽ, ഈ ഡിജിറ്റൽ സർവേ എന്ന് പറയുന്ന പ്രക്രിയക്ക് ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല എന്നുള്ളത് ഇവിടുത്തെ ആദ്യമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഡിജിറ്റൽ സർവേക്ക് ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ കൊപ്പത്ത് അനുസ്മരിച്ചു. മുൻ മന്ത്രി MP രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെയാണ് CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. കൊപ്പം വാസ് ഒറ്റൂത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപിത നേതാക്കളെല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കടന്നു വരുന്നതും പിന്നെ അവർ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ പരിവർത്തനത്തിന് വിധേയരായി കമ്മ്യൂണിസ്റ്റുകാരാണ്. EMS KPCCയുടെ ഭാരവാഹിയായിട്ടുള്ള പിന്നെ അദ്ദേഹം കോൺഗ്രസിനകത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഗ്രൂപ്പായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വന്നു. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റായിട്ട് മാറി. അപ്പൊ സ്വാഭാവികമായ സംയുക്തികമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വളർച്ചയിലൂടെയാണ് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. അതുപോലെ തന്നെ DS 38 സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകനായി 1940 ആയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്. 46 പുന്നപ്രവേല സമരത്തിന് നേതൃത്വം കൊടുത്ത ഉശിരരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് VS. അതിനുശേഷം VS ഊഞ്ഞാറിൽ ഒളിവിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിക്രൂരമായ മർദ്ദനത്തിന് ലോക്കപ്പിൽ വെച്ച് അദ്ദേഹം വിധേയനായി. അദ്ദേഹത്തിന്റെ കാലിൽ ബയണറ്റ് കുത്തിയിറക്കിയതിന്റെ മുറിപ്പാടുകൾ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നാരായണദാസ്, NP വിനയകുമാർ, മറ്റു നേതാക്കളായ U അജയകുമാർ, AV സുരേഷ്, M ശങ്കരൻകുട്ടി, K മോഹൻദാസ്, A ഉസ്മാൻ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S നിഷ, വിജയകുമാർ, സംഘടന സമിതി കൺവീനർ A സോമൻ, ഏരിയ കമ്മിറ്റി അംഗം MN സുദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നതവിജയം നേടിയവർക്ക് അനുമോദനം ഒരുക്കുന്നതിനായാണ് വിജയോത്സവം ഒരുക്കിയത്. മുഹമ്മദ് മൂസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷം ആളുകളും സ്വന്തമായി കാര്യങ്ങളിൽ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നും എവിടെയെങ്കിലും എത്തണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. വളരെ കുറച്ച് ആളുകളാണ് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ പോകുന്നവർ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉപദേശത്തിനൊന്നും പ്രസക്തിയില്ല. നമുക്കറിയാം, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നമുക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നമ്മൾ രക്ഷപ്പെടാനും നമ്മളെ സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാനും വേണ്ടി നമ്മൾ നടന്നാൽ അവിടേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ണുകളിലെ തിളക്കമായി നിൽക്കുന്നുണ്ടെങ്കിൽ, നാളെ അത് യാഥാർത്ഥ്യമാക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നത് യാതൊരു സംശയമില്ല. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ പഠിച്ച വേൾഡ് കപ്പാണ് 2026 വേൾഡ് കപ്പ്. ഒരുപാട് പുതിയ ഒരുപാട് ആവേശകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കിടന്ന സമയം വൈകുന്നതിനോട് ഞാൻ കിടക്കുന്നത് ഒരു ടീം വർക്കിന്റെ പ്രസക്തി എന്താണ് എന്ന് ചാമ്പ്യന്മാരായ സ്പാനിഷ് പട നമുക്ക് കാണിച്ചു തന്നു. വളരെ ഗംഭീരമായ ഒരു ടീം വർക്കാണ് ചെയ്തത്. ടീം വർക്ക് ഇല്ലാതെ നല്ല മികച്ച കളിക്കാരുണ്ടായിട്ടുണ്ട്.
ടീം വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഫ്രാൻസ് നമ്മൾ കണ്ടത് പറഞ്ഞിട്ട് പോയത്. ആ ടീം വർക്കില്ല. എംബാപ്പയെ പോലെ മികച്ച കളിക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗലിനും റൊണാൾഡോ അടക്കമുള്ള മികച്ച കളിക്കാരൻ ഉണ്ടായാലും ടീം വർക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. മെസ്സി എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ ഇതിഹാസമാണ്. വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ഒരു താരം എന്നുള്ള നിലക്ക് മാത്രമല്ല, കഴിഞ്ഞ 10-20 വർഷമായി വളരെ മികച്ച രീതിയിൽ കളിച്ച് നമുക്ക് ആവേശമായിട്ടുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് മെസ്സി. പക്ഷേ ആ മെസ്സിയെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടാണ്, മെസ്സിക്ക് മൂവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടാണ് സ്പാനിഷിലെ വളരെ കൃത്യമായി. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP മണി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷീലാദേവി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളിയൂർ സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ വി നാരായണൻകുട്ടി, KV അബ്ബാസ്, അമീറ മുസ്തഫ, നൂറ കബീർ, ചബ്സ് AG പ്രസാദ്, PTA പ്രസിഡന്റ് M മൊയ്തീൻകുട്ടി, K സുകുമാരൻ, മറ്റു ജനപ്രതിനിധികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെ അകാരണമായി മർദ്ദിച്ചതിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് കൂറ്റനാട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി KPM ഷെരീഫ്, കോൺഗ്രസ് നേതാക്കളായ മാധവദാസ്, P ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്വപ്നമില്ലാതെയാക്കി. ആ പാവപ്പെട്ടവർ ഇങ്ങനൊരു പരീക്ഷ എഴുതണമെന്ന് ചോദിക്കുന്നു. അവിടെയാണ് വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ തെരുവിൽ ഇതുവരെ കാണാത്ത ഒരു സമരവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വസതിയിലേക്ക്, മിണ്ടാത്ത പ്രധാനമന്ത്രി വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയും നമ്മുടെ MP മാരും സമരം നടത്തി. ഇന്ന് ശ്രീ കുര്യാക്കോസിനെ ക്രൂരമായി വർദ്ധിച്ചിട്ടാണ് കൊണ്ടത്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയുടെ മുഖം കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് മുറിവാണ്. ഒരു കാര്യം പറയാം, ആ നേതാവ് ഒന്ന് വിരലടക്കിയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ തെരുവ് കത്തിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പം ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.